ഫിലിപ്പിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രധാന പാഠങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ലേഖനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ലേഖനം ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പ്രതികൂലങ്ങളിൽ ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം എന്ന്. പരിവരുത്ത സാഹചര്യങ്ങൾ നോക്കി നെടുവേർപ്പിടാതെ സാധ്യതകളെ കണ്ട് സ്തോത്രയാഗം അർപ്പിക്കുന്നവരായി ദൈവ പൈതൽ മാറണം. കയ്യിലും കാലുകളിലും ചങ്ങലയാൽ ആമത്തിൽ പൂട്ടിയിട്ടപ്പോഴും പൗലോസ് അപ്പോസ്തലനിൽ നിന്നും മുഴങ്ങിയത് സ്തോത്രഗീതങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത് വചനം. 2, നാം ആർക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. പലരും പറയാറുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും ആകുന്നു. ഫിലിപ്പിയ ലേഖനം 1-ന്റെ 21-ാമത് വചനം. ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമം എന്ന് പൗലോസ് പറയുന്നു. ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കരുത്. ക്രിസ്തീയ ജീവിതം എന്നത് ഇരുന്ന് തുരുമ്പിച്ചു പോകുന്നതല്ല, മറിച്ച് എരിഞ്ഞു തീരുന്നതാണ്. നമുക്ക് ഒരായുസേ ഉള്ളൂ, അത് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ ആയിരിക്കണം. മരണത്തെ കണ്ട് ഭയപ്പെടുന്നവനല്ല വിശ്വാസിയെന്നും, എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും പഠിപ്പിക്കുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. 2, ക്രിസ്തുവിന്റെ ഭാവം നമുക്ക് ഉണ്ടാകണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെ. സമാധാനം നൽകുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഭിന്നതയുള്ളിടത്ത് സമാധാനം ഉണ്ടാകുകയില്ല. കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് 2 സ്ത്രീകളായ യുവോദ്യയുടെയും സുന്ദുകയുടെയും ഭിന്നതയെക്കുറിച്ച് പൗലോസ് ഓർമ്മിക്കുകയും അവരോട് സമാധാനമായിരിക്കാൻ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 2-ാമത് വചനം. ഭിന്നതയുള്ളിടത്ത് സമാധാനവും സ്നേഹവുമില്ല, സ്നേഹമില്ലാത്തടത്ത് സമാധാനവുമില്ല. പാപം ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടണം. അവനാണ് ഭാഗ്യവാൻ. അനുതപിച്ച് പാപമോചനം നേടിയ ദാവീദ് ഇപ്രകാരം പറയുന്നു: ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 32-ാം സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പാൻ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. മനുഷ്യനും തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഭിന്നതകൾ നീക്കിയാൽ കടന്നു വരുന്നതാണ് സന്തോഷവും സൗമ്യതയും സമാധാനവും എന്ന് ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ബുദ്ധി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല സമാധാനം. ദൈവിക സമാധാനം നിത്യമാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്ത് പരിപാലിക്കുന്നതാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടാലും ദൈവം കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് സന്തോഷിക്കുവാൻ കഴിയുക. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടി സന്തോഷിക്കുവാൻ പൗലോസിന് കഴിഞ്ഞത്. ഒരു ദൈവ പൈതൽ എപ്പോഴും സന്തോഷത്തോടെ ഇരുന്ന് ഈ സമാധാനം അനുഭവിപ്പാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു.
നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-5 വചനങ്ങൾ. ക്രിസ്തുവിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരും എന്ന് ഈ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, രോഗമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ആരോടും പറയാൻ പറ്റാത്ത വേദനകളുണ്ട്, നാളെ എന്താകും എന്ന ആകുല ചിന്തകളുമുണ്ട്. ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ് നമ്മുടെ രക്ഷിതാവ്. നാം ആ പിതാവിന്റെ മക്കളാണ്. പിതാവിന്റെ സ്വത്തിന് മക്കൾ അവകാശികളാണ്. അതിനാൽ യേശുവിന്റെ കഷ്ടതകൾക്കും നാം അവകാശികളാണ്. മക്കളെങ്കിലോ അവകാശികൾ എന്ന് വചനം പറയുന്നു. യേശുവിന്റെ സകല സ്വത്തിലും നാം അവകാശികൾ തന്നെ. ആയതിനാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേ യേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വചനങ്ങൾ. ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു വാഗ്ദത്തം നൽകിക്കൊണ്ടാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19 വചനം. ഈ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.